തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ 20 പേർക്ക് ശനികാലം. 50 അംഗങ്ങളുണ്ട്. ഒരാളെയും കൂടി വെച്ചുകൊണ്ട് അവർ 51 വണ്ടി ഓടിക്കുന്നത്. അതിൽ 20 പേരുടെ സത്യപ്രതിജ്ഞ കേരള ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ സുപ്രീം കോടതി പോകുമോ അതോ ഈ കേരള ഹൈക്കോടതിയുടെ വാദം വെച്ചുകൊണ്ട് തന്നെ 4 ആഴ്ചക്കകത്ത് ഒരു മിനി സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടി നടക്കുമോ? എന്തായാലും വലിയ ചമ്മലും നാണക്കേടും ലജ്ജയൊക്കെ ആയിട്ടുണ്ട്. വളരെ ലജ്ജാകരമായ നാണക്കേടായിട്ടുണ്ട്. കാരണം എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്, BJP എന്നൊക്കെ പറഞ്ഞ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് നിയമജ്ഞരെ കൊണ്ട് ഇരിക്കാൻ വയ്യാതെ എത്രയോ നിയമവിദഗ്ധരുണ്ട്. ആരോടും ചോദിച്ചില്ല. ഭരണഘടനാ വിദഗ്ധരൊക്കെ കയ്യിലുള്ളവരല്ലേ, ആരോടും ചോദിക്കാതെ ചെയ്തതാണോ? ദേവീദേവന്മാരുടെയും ബലിദാനികളുടെയും ഭാരതാംബയുടെയൊക്കെ നാമത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 20 BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് അസാധുവാണെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. പക്ഷെ അപ്പോഴും കോടതിയോട് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പരമശിവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ പിടിക്കും, ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ പിടിക്കും. അതൊരു കേട്ടാലൊരു കൗതുകം തോന്നുന്നു, ഒരു സുഖം തോന്നുന്ന ഒരു ഉത്തരവായിട്ട് തോന്നുന്നില്ല. അതായത് കോടതി പറയുന്നത്, ജഡ്ജി പറയുന്നത്, ദൈവനാമത്തിൽ എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷെ ഞാൻ പരമശിവന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ കൃഷ്ണന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്നാണ്. അപ്പം ദൈവം ഏതെന്ന് സ്പെസിഫിക്കായി പറഞ്ഞാൽ അത് വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്, അസാധുവാണെന്നാണ് പറയുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല. കേരള മുനിസിപ്പൽ നിയമത്തിലെ 3-ാം ഷെഡ്യൂൾ പ്രകാരം ദൈവനാമ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പറയണമെന്നാണ്. ദൃഢപ്രതിജ്ഞയോ സത്യപ്രതിജ്ഞയോ ചെയ്യേണ്ടതെന്ന്, അല്ല ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്ക് തന്നെ ഉപയോഗിക്കണമെന്നുള്ളതാണ് കോടതി പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് അസാധുവാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷൻ 20 പാർലമെന്ററി പാർട്ടി ലീഡർ എസ് ദീപക് നൽകിയ, ഇടതുപക്ഷത്തിന്റെ മേയറാകാനൊക്കെ നോക്കിയിരുന്ന എസ് ദീപക്, CPM ദീപക് നൽകിയ ഹർജിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് 4 ആഴ്ചയ്ക്കുള്ളിൽ ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. എന്തായാലും അസാധുവാക്കിയിട്ടില്ല, അത്രയും ഭാഗ്യം. 4 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഒരു മിനി സത്യപ്രതിജ്ഞ. രസകരമായിരിക്കും. ഇന്ത്യയുടെ സത്യപ്രതിജ്ഞയുടെ ചടങ്ങിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു രസകരമായ കാര്യം നടക്കുന്നത്. 1-2 ഒക്കെ ചിലപ്പോൾ നടന്നിരിക്കാം. പക്ഷേ 20 പേർ ഒന്നിച്ച് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143 പ്രകാരം മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ തങ്ങളുടെ ഓഫീസിൽ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പായി ചെയ്യുന്ന സത്യപ്രതിജ്ഞ 3-ാം ഷെഡ്യൂൾ പ്രകാരം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. എന്നാൽ BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത ഗുരുനാമത്തിൽ, ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ, ഭഗവത് നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ശ്രീപത്മനാഭസ്വാമിയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ തുടങ്ങിയ രൂപങ്ങളിലാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിയിരിക്കുന്നത്. അതിനാൽ ഈ സത്യപ്രതിജ്ഞ അസാധുവാണെന്നാണ് ഹർജിക്കാരൻ വാദിച്ചത്. കോടതിയും അത് അംഗീകരിച്ചിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ വാദം പരാതി നൽകി CPM പരാതി നൽകിയത്. ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയത് CPM. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി B. ജോയിയും എസ് ദീപക്കുമാണ് പരാതി നൽകിയത്. കോടതിയിലും പരാതി നൽകി. R. സുഗതൻ, കരമനാജിത്ത്, RC ബീന, P. സരിത, ദീപായസ്നർ തുടങ്ങിയ BJP അംഗങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമിയുടെ നാമത്തിലാണ് പ്രതിജ്ഞ ചെയ്തത്. ബലിദാനികൾ അമരന്മാർ എന്ന് പറഞ്ഞാണ് വലിയവിള കൗൺസിലർ BG ഗിരികുമാർ പ്രതിജ്ഞ അവസാനിപ്പിച്ചത്. കുന്നുകുഴി കൗൺസിലർ മേരി പുഷ്പവും കരിമം കൗൺസിലർ GS ആശാനാഥും സ്വാമിയെ ശരണമയ്യപ്പ ചൊല്ലി സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചു. ഗുരുദേവൻ, ശ്രീകണ്ഠേശ്വരം മഹാദേവൻ, ഇരുങ്കുളങ്ങര ദുർഗാ ഭഗവതി ദേവി, ഉദിയന്നൂർ ദേവി തുടങ്ങിയ ദേവപ്രതിഷ്ഠകളുടെ പേരിലും കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിയമനാമത്തിൽ എന്നല്ലാതെ ദൈവങ്ങളുടെ പേര് പറയാൻ ചട്ടപ്രകാരം കഴിയില്ലെന്നും ഈ സാഹചര്യത്തിൽ ഇവരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണെന്ന് പരാതിയിലുണ്ടായിരുന്ന സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ വളരെ രസകരമാണ്, കോടതിയുടെ നിഗമനം രസകരമാണ്. കോടതി പറഞ്ഞു, ഒരു കാരണവശാലും ഈ ദൈവങ്ങളുടെ പേരിലുള്ള സത്യപ്രതിജ്ഞ അനുവദിക്കത്തില്ല. ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ എന്ന് പറയണം. അപ്പോൾ എന്തായാലും 20 പേർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാം. 4 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യണം. അതോ ഇനി അവർ സുപ്രീം കോടതിയിൽ പോയി ഇതിന് കേസ് പറയുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം.